എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ്, അതായത് ജാവാസ്ക്രിപ്റ്റിനകത്ത് കറിയിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. കറിയിങ് എന്ന് പറയുന്നത് ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിന്റെ ഒരു കൺസെപ്റ്റ് ആണ് കറിയിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫങ്ഷൻ എന്ന് പറയുന്നതിനകത്ത് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സിനെ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആയിട്ട് മാറ്റുന്നു. അതിനകത്ത് ഓരോ ഫങ്ഷൻസും സിംഗിൾ ആർഗ്യുമെന്റ് വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇതാണ് കറയിങ്ങിന്റെ പ്രത്യേകത. നമുക്ക് കറയിങ് ഈസ് യൂസ്ഡ്, കാരണം ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മേക്സ് ഇറ്റ് യുവർ കോഡ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് റീയൂസിബിൾ. കൂടുതൽ ഫ്ലെക്സിബിളും കൂടുതൽ റീയൂസിബിളും ആക്കാനായിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. സാധാരണ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആഡ് ഇതിനകത്ത് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് അതിനെ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ഫംഗ്ഷൻ ടാസ്ക് പെർഫോം റിട്ടേൺ a plus b കൺസോൾ ഡോട്ട് ലോഗ് ആഡ് 2,3 എന്ന് പറഞ്ഞ് രണ്ട് ആർഗ്യുമെന്റ്സ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നു, കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. ഈ കറീഡ് വേർഷനിൽ നേരെ തിരിച്ചാണ്. ഫംഗ്ഷൻ അറ്റ് എ ടൈം ഒരു ആർഗ്യുമെന്റ് വെച്ചിട്ടാണ് ഒരു ഫംഗ്ഷൻ എടുക്കുള്ളൂ. അതായത് മനസ്സിലായോ? മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഉള്ള ഫംഗ്ഷനെ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ആയിട്ട് മാറ്റണം. അതിനകത്ത് ഓരോ ഫംഗ്ഷനും വൺ ആർഗ്യുമെന്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതാണ് കറീഡ് വേർഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിനെ കറീഡ് വേർഷൻ. അപ്പൊ ഫംഗ്ഷൻ ആഡ് എ റിട്ടേൺ ഫംഗ്ഷൻ ബി റിട്ടേൺ a plus b. പിന്നെ അത് ആഡ് എ റിട്ടേൺസ് എ ന്യൂ ഫംഗ്ഷൻ ദാറ്റ് ടേക്സ് b. അപ്പൊ യു കോഡ് ഇറ്റ് ലൈക്ക് ആഡ് 2,3. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. വാട്ട് ആക്ച്വലി ഹാപ്പൻസ്, ഇവിടെ എന്താണ് നടക്കണേന്ന് നമുക്ക് നോക്കാം കറീഡ് വേർഷനകത്ത്. ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ഇതിനെ ഈ കറീഡ് വേർഷനെ നമ്മൾ കോൾ ചെയ്യുന്നത് ഇതിനകത്ത് നോക്കിക്കേ. കറീഡ് വേർഷനകത്ത് ആഡ് 2,3 എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യമേ തന്നെ ആഡ് 2 എന്ന് പറയുന്നത് എന്റെ വാല്യൂ 2 ആണെന്നാണ് അർത്ഥം. അപ്പൊ ആഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പൊ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. അപ്പൊ അതെന്താ ചെയ്യുന്നത്? ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. then returned function is stored temporarily in memory. അപ്പൊ ആ returned ഫംഗ്ഷനകത്ത് എന്റെ വാല്യൂ എന്താണ്? 2 എന്താണ്? 2 അല്ലേ? അപ്പൊ 2 ആയിരിക്കും. റിട്ടേൺഡ് ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻ ബി അത് ടെമ്പറലി ഈ റിട്ടേൺഡ് ഫംഗ്ഷനെ ടെമ്പറലി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ റിട്ടേൺഡ് ഫംഗ്ഷനകത്ത് എന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. മനസ്സിലായോ? 2 ആയിരിക്കും റിട്ടേൺ ടു ഫംഗ്ഷനകത്ത് എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ റിംബർ ചെയ്ത് വെക്കും. റിട്ടേൺ ടു ഫംഗ്ഷനെ ടെമ്പറലി സ്റ്റോർ ചെയ്യും. പിന്നെ എന്റെ വാല്യൂ 2 ആയിട്ട് റിമെമ്പർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ 3 ഈസ് കോൾഡ് ഓൺ ദി റിട്ടേൺഡ് ഫംഗ്ഷൻ. ഈ 3 എന്ന് പറയുന്നത് ആഡ് 2,3 അല്ലെ 2 3 എന്ന് വന്നിട്ട് രണ്ടെണ്ണം എഴുതുവാണെങ്കിൽ ദിസ് മീൻസ് ആഡ് 2. ആദ്യമേ ആഡ് 2 എന്ന് വന്നിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 3. സോ ഇറ്റ് ഈസ് ദി ഇന്നർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് കോൾഡ് നോട്ട് ആഡ് അഗെയിൻ. അതായത് ആഡ് 2 എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനിലേക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ് 3 എന്ന് പറയുന്നത്. അപ്പൊ സോ ഇറ്റ് ഈസ് ഇന്നർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് കോൾഡ്. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് ഇന്നർ ഫംഗ്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നർ ഫംഗ്ഷൻ ആണ് തന്നെയാണ് കോൾ ചെയ്യുന്നത്. ഈ ആഡ് 2 റിട്ടേൺ ചെയ്യുന്ന ഇന്നർ ഫംഗ്ഷനെയാണ് 3 കോൾ ചെയ്യുന്നത്. നോട്ട് ആഡ് അഗെയിൻ, ഒന്നുകൂടി ആഡിനെ കോൾ ചെയ്യുവല്ല. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ ആഡ് 2 3 എന്ന് വന്നിട്ടുള്ള ഈ രണ്ട് ഇത് പാരന്തസിസിൽ എഴുതിയിരിക്കുന്നത്. ആദ്യമേ ആഡ് 2നെ കോൾ ചെയ്യുക, അത് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനകത്ത് 3നെ പാസ് 3 കോൾ ചെയ്യുന്നു. 3 എടുക്കുമ്പോഴത്തേക്ക് 3 വെച്ചിട്ട് ഈ ഇന്നർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതാണ് ഈ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നർ ഫംഗ്ഷൻ റിട്ടേൺസ് ഫംഗ്ഷൻ ബി റിട്ടേൺ a plus b. അപ്പൊ ഇതിനകത്ത് a ഈസ്ക്വൽ ടു 2 എന്ന് വെച്ച് ഓൾറെഡി റിമെമ്പർ ചെയ്ത് വെക്കും, കാരണം ഔട്ടർ ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ ആ എന്റെ വാല്യൂ റിമെമ്പർ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ബി ഈസ്ക്വൽ ടു എന്താണ്? നമ്മൾ 3 വെച്ചിട്ട് കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുമ്പോൾ ബി ഈസ്ക്വൽ ടു 3 ആയി. അപ്പൊ ഫംഗ്ഷൻ ഓഫ് ബി റിട്ടേൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് 5 എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്നു. മനസ്സിലായോ? കോൾ ചെയ്യുമ്പോഴത്തേക്കും 5 എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ വെരി ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആഡ് 2 എന്ന് പറയുന്നത് ആഡ് ഫംഗ്ഷൻ ആണ്. 3 എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്ന ഇന്നർ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ആഡ് 3 നോട്ട് കോൾഡ്. ആഡ് ഓഫ് 3 എന്ന് അങ്ങനെയല്ല കോൾ ചെയ്യുന്നത്. വിഷ്വലി നമ്മൾ കാണുവാണെങ്കിൽ
ആഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ഫംഗ്ഷൻ ഓഫ് ബി നെ റിട്ടേൺ ചെയ്തു. ഫംഗ്ഷൻ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിട്ടേൺസ് 5. അപ്പൊ ഇതാണ്. അപ്പൊ കറക്റ്റ് സെന്റൻസ് എന്ന് വെച്ചാൽ ആഡ് ടു റിട്ടേൺസ് എ ഫംഗ്ഷൻ ആൻഡ് 3 കോൾസ് ദാറ്റ് റിട്ടേൺഡ് ഫംഗ്ഷൻ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഡ് ടു റിട്ടേൺ ചെയ്ത ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ആഡ് ഈസ് നോട്ട് കോൾഡ് അഗെയിൻ. അതായത് 3 എന്ന് പറയുന്നത് ആഡിനെ ഒന്നുകൂടി കോൾ ചെയ്യുക എന്നല്ല, ആഡ് ടു റിട്ടേൺ ചെയ്ത ഫംഗ്ഷനെ കോൾ ചെയ്യലാണ് ഈ 3 ചെയ്യുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ കറീം ബ്രേക്സ് ഫംഗ്ഷൻ ഇൻ ടു ഫംഗ്ഷൻസ് ദാറ്റ് ടേക്സ് ആർഗ്യുമെന്റ്സ് വൺ അറ്റ് എ ടൈം. കറീങ് എന്ന് പറയുന്നത് ഫംഗ്ഷനെ ഫങ്ഷൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അതിനകത്ത് അറ്റ് എ ടൈം ഒരു ഫംഗ്ഷന് ഒരു ആർഗ്യുമെന്റ് വെച്ചേ ഉണ്ടാവുള്ളൂ. അതാണ് കറയിങ്ങിന്റെ പ്രത്യേകത. ഇതാണ് കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാനായിട്ടാണ് നമ്മൾ ഈ കറയിങ് എന്ന് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സിബിളും അതേപോലെ തന്നെ റീയൂസബിളും ആക്കാനായിട്ടാണ് നമ്മൾ കറയിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്.